കാണാനിട്ട് ദേവ് മനുഷ്യനിലേക്ക് അന്വേഷിച്ചു വന്നതാണ് സെലിൻ. അപ്പോഴാണ് ജാനു വെച്ച് പറയുന്നത് രണ്ടുപേരും എവിടെ ഇല്ലയെന്ന്. എവിടെ പോയതാണെന്ന് അറിയില്ലെന്നു. 2 ദിവസമായി അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ മുത്തശ്ശിയും ബാക്കിയുള്ളവരൊക്കെ പോയോ? സെലിൻ ജാനുവേച്ചിയോട് ചോദിച്ചു. മുത്തശ്ശിയും ദീപ് മോനും പോയി. ശിവൻ കുഞ്ഞിവിടെയാ താമസം. കുഞ്ഞിപ്പോൾ പുറത്ത് പോയിരിക്കുക. എന്നാൽ ശരി ചേച്ചി, ഞാൻ പോകുവാണേ. ആൻ വിളിച്ചാൽ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ എന്നും പറഞ്ഞ് സെലിൻ ഗേറ്റ് തുറന്ന് പുറത്ത് കിടക്കാൻ നേരാണ് ശിവന്റെ ബുള്ളറ്റ് അകത്ത് കയറി വരുന്നത്. അവനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്ന സെലിനെ കണ്ടതും അവൻ പിന്നാലെ വെച്ച് പിടിച്ചു. കോഴിയുടെ മോളെന്താ ഇവിടെ? അവളൊന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു. ഹലോ, ഈ അസമയത്ത് ഒറ്റയ്ക്ക് എങ്ങോട്ടാ? സമയം മാറി കഴിഞ്ഞു. ആ വഴിയോരത്ത് കൂടി ഈ സമയത്ത് ഒറ്റയ്ക്ക് നടക്കുന്നതേ അത്ര നല്ലതല്ല. മൊത്തം കഞ്ചാവാ. ഇനിയിപ്പോൾ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ കോഴി മുതലാളി ഇങ്ങോട്ട് കയറി വന്നാലേ എനിക്ക് ഉത്തരം പറയാൻ വയ്യ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ വലിയ ശല്യമായല്ലോ. മനുഷ്യനെ പേടിപ്പിച്ച് വിടുകയും ചെയ്തു. ശിവന് കേൾക്കാൻ പാകത്തിൽ സെല്ലിൻ പറഞ്ഞു. വേണേ ഞാൻ കൊണ്ടുവിടാം. വേണമെങ്കിൽ മാത്രം. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം ബൈക്കിലിരുന്നത് അപ്പം കണ്ടിരുന്നു. ആഹാ, എന്നിട്ടെന്നോ എന്നെ കുറേ വഴക്ക് പറഞ്ഞു. നമ്മൾ തമ്മിൽ ലവാണെന്ന് അപ്പം കരുതിയിരിക്കുന്നത്. അപ്പം പറയുക ഇനി നിങ്ങളുടെ കൂടെ കണ്ട കെട്ടിച്ചു വിടുമെന്ന്. എന്നെ കൊണ്ട് നിന്നെ കെട്ടിക്കുമെന്നാണോ അപ്പൻ ഉദ്ദേശിച്ചത്? അയ്യടാ, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. വേറെ കെട്ടിക്കുമെന്ന അപ്പൻ പറഞ്ഞത്. അതെന്താടി എനിക്കൊരു കുറവ്? കാണാൻ കൊള്ളില്ലേ, വിദ്യാഭ്യാസമില്ലേ, പിന്നെ പണം അത് കോശിയുടെ സ്വത്തിനേക്കാളെ കൂടുന്നതല്ലാതെ കുറയില്ല. അതെ, ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. എനിക്കെൻ്റെ കെട്ടിയോനെ ഇച്ചായ എന്ന് വിളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. നീ എന്നെ അങ്ങനെ വിളിച്ചോടി, എനിക്കൊരു വിരോധവുമില്ല. ശിവൻ അവളെ ഇടം കണ്ടിട്ട് നോക്കി പറഞ്ഞു. അമ്പട പുളുസു, അതിമോഹമാണ് മോനെ ശിവ, അതിമോഹം. അയ്യോ, നീ വല്ല ഐശ്വര്യ റായാണല്ലോ. എനിക്ക് നിന്നെ കെട്ടാൻ തീരെ താല്പര്യമില്ല. നിനക്കിത്തിരി ജാട കൂടുതലാണ്. എനിക്കും നല്ല ശാലീന സുന്ദരിയായ വെജിറ്റേറിയനായ കൊച്ചിനെ കെട്ടാൻ ആഗ്രഹം. നോൺ വെജിനോട് എനിക്ക് പണ്ടേ താല്പര്യം കുറവാണ്. അതിനാര് ഇയാളെ കെട്ടുന്നു? ഇയാളെ കൂടെ എന്നെ കണ്ടാലേ കൊന്നു കളയുമെന്നാണ് അപ്പം പറഞ്ഞത്. നേരത്തെ പറഞ്ഞ് കെട്ടിച്ചു വിടുന്നു, ഇപ്പോൾ പറയും കൊല്ലൂന്ന്. കൊന്നാൽ എങ്ങനെ കെട്ടിക്കുക? എന്നെ കൊല്ലുന്ന കാര്യമല്ല പറഞ്ഞത്, ഇയാളെ കൊല്ലുന്ന കാര്യമാണ്. ആഹാ, അത് കൊള്ളാലോ. എന്നെ കൊല്ലാനേ ഇങ്ങ് വരട്ടെ. കോഴിയുടെ മുട്ടുകാൽ തല്ലിയൊടിക്കും ഞാൻ. ഡി, പെട്ടെന്ന് വണ്ടിയിൽ കയറി, വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്നവൻ പറഞ്ഞതും സെലിൻ അരമനസ്സോടെ അവൻ്റെ ബൈക്കിൻ്റെ പിറകെ കയറി. അതെ, വീടിനടുത്ത് വേണ്ട, കുറച്ച് ദൂരെ ഇറക്കിയാൽ മതി. നമ്മളായിട്ട് ചുമ്മാ എന്തിനല്ലേ? ഇയാൾക്കും വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ എന്നും പറഞ്ഞവൻ വണ്ടി മുന്നോട്ടെടുത്തു. എടി പെണ്ണെ, എനിക്കൊരു പേരുണ്ട്, അല്ലാതെ എന്നെ ഇയാൾ അയാൾ എന്നൊന്നും അഭിസംബോധന ചെയ്യണമെന്നില്ല. ഓ, അടിയൻ ശ്രദ്ധിച്ചോളാവേ. തൽക്കാലം മാഷ് പെട്ടെന്ന് വണ്ടി വിട്. മാഷോ? ഏത് വകയിൽ? എന്നാൽ ഇച്ചായൻ വണ്ടി വിട്. അവളുടെ വായിൽ നിന്ന് വീണ വാക്ക് കേട്ടതും അവൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. മതി മതി, ഇവിടെ ഇറക്കിയാൽ മതി. പാതി വഴിയിലെത്തിയതും സെലിൻ അത് പറയുന്നുണ്ടെങ്കിലും ആര് കേൾക്കാൻ. ഒടുവിൽ അവളുടെ വീട്ടിൻ്റെ ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയതും ഗാർഡനിൽ നിൽക്കുന്ന കോശയെയും അയാളുടെ ശിങ്കിടിയെയും കണ്ട് സെലിനൊന്ന് ഞെട്ടി. മുഖം താഴ്ത്തി സെലിൻ അകത്തോട്ട് കയറിപ്പോയതും ശിവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സെലിൻ, രാത്രി ഉറങ്ങാൻ നേരം ഞാൻ ഫോൺ വിളിക്കൂട്ടോ, എടുക്കണേ. അതും പറഞ്ഞ് ശിവൻ വണ്ടി തിരിച്ചു വിട്ടു. കർത്താവേ, എന്നെ മേലോട്ട് എടുത്തിട്ടേ ഇങ്ങേർക്ക് സമാധാനം ആവും. അതും മനസ്സിൽ പറഞ്ഞ് സെലിൻ അകത്തോട്ട് കയറിപ്പോയി. രാത്രി കോശിയും അയാളുടെ ശിങ്കിടി ബെന്നിയും വെള്ളം അടിച്ചുകൊണ്ട് സംസാരിക്കുവാണ്. എടാ ബെന്നിയെ, ആ ചെറുക്കൻ കളിച്ച് എൻ്റെ വീടിൻ്റെ പടിക്കൽ വരെ എത്തിയല്ലോ. എൻ്റെ കൊച്ചിൻ്റെ ജീവിതം വെച്ചാ ദേവൻ്റെ അനിയൻ കളിക്കുന്നത്. അവനങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂടാവേ എന്നും പറഞ്ഞ് കോശി നിഗൂഢമായ ചിരിയോടെ ബെന്നിയെ നോക്കി. എന്നതാച്ചായ ഉദ്ദേശിക്കുന്നത്? എടാ ബെന്നിയെ, നീ ആ ഇരുമ്പിനെ അങ്ങ് വിളിക്ക്. വാസുവിനെയോ? എന്നാത്തിനാച്ചായ? എടാ, ഇപ്പോഴാണെങ്കിൽ ദേവനും സ്ഥലത്തില്ല. ഇതാണ് പറ്റിയ സമയം. ദേവനിട്ട് കൊടുക്കാൻ പറ്റിയ പണി ഇതാണ്. അവൻ്റെ അനിയൻ നോവണം, എങ്കിലേ ദേവന് നോവത്തുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായോടെ തനിക്ക്? മനസ്സിലായി അച്ചായ. പിന്നെ കൊല്ലുണ്ടെന്ന് അവനോട് പറഞ്ഞേക്ക് എന്നും പറഞ്ഞ് കോശി അവിടെ നിന്ന് പോയതും ബെന്നി ആരെയോ വിളിച്ച് എന്തൊക്കെയോ സംസാരിച്ചു. ഇതൊക്കെ ഒരു ചൂരനപ്പുറം നിന്നുകൊണ്ട് സെലിൻ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഇത് കേട്ട് തല പേരുക്കും പോലെ തോന്നി. എങ്ങനെയെങ്കിലും ശിവനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കണം എന്നവൾക്ക് തോന്നി. പക്ഷെ അവളുടെ കയ്യിൽ അവൻ്റെ നമ്പർ ഇല്ലായിരുന്നു. ആനിനെ വീണ്ടും വിളിച്ചു നോക്കി. അപ്പോഴും അവളുടെ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കി. എത്രയോ ശിവന്മാർ കിടക്കുന്നു. അതിനിടയിൽ ഇയാളെ എങ്ങനെ തപ്പി കണ്ടുപിടിക്കാനാണ്?
അപ്പോഴാണ് അവൾക്ക് കഴിഞ്ഞ ദിവസം തൻ്റെ വണ്ടി ശരിയാക്കിയ അയാളുടെ കാര്യം ഓർമ്മ വരുന്നത്. ഇനി പണി കിട്ടിയാൽ ആളെ നേരിട്ട് വിളിക്കാം എന്ന് കരുതി നമ്പർ വാങ്ങിച്ചിരുന്നു. ശിവന്റെ പരിചയത്തിലുള്ള ആളാണെന്ന് അന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ കൂടുതൽ നേരം ചിന്തിച്ചു നിൽക്കാതെ അയാൾക്ക് വിളിച്ചു. ശിവന്റെ നമ്പർ സംഘടിപ്പിച്ചു. അതിലേക്ക് വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു. പിന്നെ കാര്യം സൂചിപ്പിച്ച് ഒരു മെസ്സേജ് വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്തെങ്കിലും ആൾ നോക്കിയിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി. തന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു. ഇനി എന്ത് ചെയ്യണം എന്നവൾക്ക് ഒരു പിടിയും ഇല്ലായിരുന്നു. കിടന്നിട്ട് അവൾക്ക് ഉറക്കവും വരുന്നില്ലായിരുന്നു. കണ്ണടച്ചാൽ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന അവൻ്റെ മുഖം തെളിഞ്ഞു നിൽക്കും. വീണ്ടും വീണ്ടും അവൻ്റെ നമ്പറിലേക്ക് അവൾ വിളിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് വോയിസ് മെസ്സേജും അയച്ചു. അന്നേരം അവൾക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നുണ്ടായിരുന്നില്ല. ദേവേട്ടാ, ദേവേട്ടാ, വാഷ്റൂമിൽ നിന്ന് വിളിച്ചു കൂവുകയാണ് ഞാൻ. എന്താടി വിളിച്ച് കൂവുന്നത്? ദേവേട്ട, വെള്ളം തീർന്നെന്നാ തോന്നുന്നത്. ഇവിടെ ടാപ്പിൽ വെള്ളം വരുന്നില്ല. ഞാൻ കുളിച്ചിട്ട് പകുതിയിൽ നിൽക്കുക. ശരി, ഞാൻ മോട്ടോർ ഓൺ ചെയ്യാൻ പറയാം എന്നും പറഞ്ഞ് ദേവൻ പോയി. ഏറെ നേരം കഴിഞ്ഞിട്ടും വെള്ളം വരാനിട്ട് ആൻ പിന്നെയും ഉറക്കെ വിളിച്ച് കൂവുന്നുണ്ട്. ദേവേട്ടാ, ദേവേട്ടാ. ഇത് കേട്ടോണ്ടാണ് ദേവൻ മുറിയിലേക്ക് വരുന്നത്. എന്തിനാ ആൻ വീണ്ടും ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? നിങ്ങൾ കിണർ കുത്തിയിട്ട് വെള്ളം എടുക്കാൻ പോയതാ? അല്ല, പുഴ പറ്റിച്ചിട്ട് കൊണ്ടുവരാനിരുന്നതാ. എന്താടി, വെള്ളം വന്നില്ലേ? ഇല്ലെന്ന്. ബാക്കി എല്ലായിടത്തും വെള്ളമുണ്ടല്ലോ, പിന്നെ ഇവിടെ മാത്രം എന്ത് പറ്റി? നീ ആ ഡോർ തുറന്നേ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, തുറക്കാൻ പറ്റിയ അവസ്ഥയിലൊന്നുമല്ല ഞാനുള്ളത്. അത് കുഴപ്പമില്ല, ഞാൻ കണ്ണടച്ചോളാം. അതൊന്നും വേണ്ട. നിങ്ങളെനിക്ക് അപ്പുറത്ത് നിന്ന് 2 ബക്കറ്റ് വെള്ളം കൊണ്ടുതരാമോ പ്ലീസ്? അത് മാത്രം ആക്കുന്നത് എന്തിനാ? ഞാൻ കുളിപ്പിച്ചു കൂടി തന്നേക്കാം. അയ്യോ ദേവേട്ടാ, ഞാനിവിടെ സോപ്പിട്ട് നിൽക്കുക. നല്ല ദേവേട്ടനല്ലേ, പ്ലീസ് പ്ലീസ്. മതി മതി, അവിടെ ആവശ്യത്തിന് സോപ്പിട്ടിട്ടുണ്ടല്ലോ. എനിക്കും കൂടി സോപ്പിട്ടിട്ട് പതിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ 2 ബക്കറ്റ് വെള്ളവുമായി അവൻ വന്നു. ആൻ, ഡോർ തുറക്ക്. അവിടെ വെച്ചാൽ മതി, ഞാൻ എടുത്തോളാം. ഇനി ഇത് പൊക്കിയിട്ട് വേണം നിന്റെ നെഞ്ച് തകരാൻ. നിങ്ങളെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നിങ്ങളുടെ പേടി കണ്ടാൽ തോന്നും എനിക്കെന്തോ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതാണെന്ന്. അവളുടെ നാവിൽ നിന്നും ആ വാക്ക് വീണതും ദേവൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന് പോയി. പിന്നെ വീണ്ടും വാക്കുകളിൽ ഗൗരവം നിറച്ചു പറഞ്ഞു. ആൻ, ഡോർ തുറക്കുന്നോ അതോ ഞാൻ വെള്ളം തിരിച്ചു കൊണ്ടുപോകണോ? ദേവത് പറഞ്ഞതും ആൻ വാതിൽ തുറന്നു പിന്നിൽ മറഞ്ഞു നിന്നു. വെള്ളം അകത്ത് വെച്ച് തിരികെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരാണ് ടവൽ മാത്രം ചുറ്റി നിൽക്കുന്നവളെ ദേവൻ ശ്രദ്ധിക്കുന്നത്. ദേവ് കൺട്രോൾ പോവാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു. ശേഷം അവളുടെ അരികിൽ ചെന്ന് പറഞ്ഞു, എൻ്റെ കൺട്രോൾ കളയാൻ ഇതൊന്നും പോരല്ലോ. എനിക്ക് ഒന്നും തോന്നുന്നില്ല. കർത്താവ്, ഇങ്ങനെ മറ്റത് വല്ലതുമാണോ? എന്നെ ഇങ്ങനെ കണ്ടിട്ടൊന്നും തോന്നില്ലേ? കാര്യമായി എന്തോ തകരാറുണ്ട്. നമ്മുടെ ജോബേബിയുടെ അവസ്ഥയാവും എൻ്റേതും. ദേവൻ പറഞ്ഞത് കേട്ടതും ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഉറക്കെ ആയിപ്പോയി എന്ന് മാത്രം. ദൈവമേ, മമ്മൂക്ക ഫാനാണല്ലോ എന്ന് കരുതിയ കാതൽ കൊണ്ടുപോയി കാണിച്ചത്. എന്നിട്ടിപ്പോൾ എനിക്കിട്ട് വെക്കുന്നോടി. ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്. കുളി കഴിഞ്ഞ് അങ്ങോട്ട് വരുമല്ലോ. അതും പറഞ്ഞ് ദേവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പുറത്തെത്തിയ ദേവ് ഒന്ന് തല കുടഞ്ഞ് ദീർഘമായി നിശ്വസിച്ചു. നാണമില്ലല്ലോ വല്ലവരുടെ ഇടികൊണ്ട് കൈ ഒടിച്ചിവിടെ കിടക്കാൻ. അടിച്ചത് ആരാന്ന് പോലും അറിയില്ലെന്ന്. നിങ്ങളുടെ കണ്ണിന് അന്നേരം വല്ല തിമിരവും ബാധിച്ചിരുന്നോ? കഷ്ടം. ദേവേട്ടൻ വിളിക്കട്ടെ, ഞാൻ പറയുന്നുണ്ട്. ദീപു ശിവന്റെ ഒടിഞ്ഞ കൈയും തലയിലെ കെട്ടും കണ്ട് ദേഷ്യത്തിൽ ഓരോന്ന് പറയുന്നുണ്ട്. എടാ, ഇത് ഇരുട്ടടിയായിരുന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് ആക്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? അതാ എനിക്കൊന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. എന്നാലും അവൻ്റെ തരിമൂക്കിനിട്ട് ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നീ ഇത് ദേവേട്ടനെ വിളിച്ച് പറയാൻ നിൽക്കല്ലേ. അവരവിടെ ഹണിമൂൺ ആഘോഷിക്കുക. അതിനിടയിൽ വേണ്ട. പിന്നെ തേയിലത്തോട്ടത്തിലാണല്ലോ ഹണിമൂൺ. ഇത് ഹണിമൂണൊന്നുമല്ല, ഇത് സാമ്പിൾ മൂണാണ്. ഹണിമൂൺ വൈകാതെ സ്വിറ്റ്സർലൻഡിലോ പാരീസിലോ മറ്റും ഉണ്ടാവും. എന്നാലും ഈ ദേവേട്ടിന് പെട്ടെന്ന് എന്തു പറ്റി? ഏട്ടത്തിയെ ഇഷ്ടമില്ലായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ കണ്ടാലും മതി കള്ള കാമുകനെ പോലെ കെട്ടിയോളം വായി നോക്കുന്നത്. അതങ്ങനെയാടാ, ഇഷ്ടം തോന്നാൻ വെറും നിമിഷങ്ങൾ മതി. ശിവനത് പറഞ്ഞു തീരെ മുന്നേ ഡോറിനരികിൽ പ്രത്യക്ഷപ്പെട്ട ആളെ കണ്ടതും ദീപവും ശിവനും അങ്ങോട്ട് നോക്കി. അതെ അതെ, ഇഷ്ടം തോന്നാൻ നിമിഷങ്ങൾ മതി. അങ്ങനെ തോന്നിയതാവും ഇതും എന്നും പറഞ്ഞ് ശിവനെ ഒന്ന് ഇരുത്തി നോക്കി ദീപ് പുറത്തിറങ്ങി. ദീപ് പോയതും സെലിൻ അകത്തോട്ട് വന്നു. അവൻ്റെ അവസ്ഥ അവളെ ഒരുപാട് വിഷമത്തിലാക്കി. അവരെ ഒരുപാട് ഉപദ്രവിച്ചോ? കണ്ടിട്ട് എന്തു തോന്നുന്നു? ചത്തോന്നറിയാൻ അപ്പം പറഞ്ഞു വിട്ടതാ? പോയി പറഞ്ഞേക്ക്, അങ്ങനെയൊന്നും ഞാൻ തീരില്ലെന്ന്. ഞാനൊന്ന് എഴുന്നേറ്റോട്ടെ. ശിവേട്ട, ഇതൊന്നും പറയാൻ വേണ്ടി ഞാൻ ഇന്നലെ ഒരുപാട് വിളിച്ചതാ. മെസ്സേജും അയച്ചിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. കൊല്ലാൻ പോലും മടിക്കാത്തവനാണ് നിന്റെ അപ്പനെന്നറിയാം.
ഇനി എൻ്റെ കാര്യം പറഞ്ഞ ഒരു പ്രശ്നം വേണ്ട, അതുകൊണ്ട് ഇനി മുതൽ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വരവങ്ങ് നിർത്തിക്കോ എന്ന് ശിവൻ പറഞ്ഞതും സെലിനും ശരിക്കും സങ്കടം തോന്നി. ശിവേട്ട, ഞാനെന്ത് ചെയ്തിട്ടാ? ചെയ്തെടുത്തോളം ധാരാളം, പൊയ്ക്കോ, ഇവിടെ നിൽക്കണമെന്നില്ല എന്ന് ശിവൻ കടുപ്പിച്ച് പറഞ്ഞതും സെലിൻ അവൻ്റെ ഒടിഞ്ഞ കൈയിലേക്കും നെറ്റിയിലേക്കും ഒന്നുകൂടി നോക്കി നടക്കാനൊരുങ്ങി. ഒന്ന് നിന്നേ, ഞാൻ നിന്നെ ശരിക്കും പ്രേമിച്ചാലോ എന്ന് ആലോചിക്കുക. എന്താ നിന്റെ അഭിപ്രായം? ശിവൻ പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടതും സെലിൻ ഞെട്ടലോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. നിന്റെ ഇന്നലത്തെ 25 മിസ്ഡ് കോളും കരഞ്ഞുകൊണ്ടുള്ള വോയിസ് മെസ്സേജും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിനക്കും താല്പര്യക്കുറവുണ്ടാവില്ലെന്ന്, അല്ലേ? എന്ത് കരച്ചിലായിരുന്നടി, അതിന് മാത്രം നീ എൻ്റെ ആരാ? ഞാൻ ഇന്നലെ രാത്രി ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് പുറത്ത് പോയത്. ഇരുട്ടടി ആയിരുന്നു, അതാ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. എന്തായാലും ഇല്ലാത്ത കാര്യത്തിന് അടികൊണ്ടു, അതുകൊണ്ട് ശരിക്കും ഞാൻ തീരുമാനിച്ചു, നിന്നെ എനിക്ക് വേണം. നിന്നെ ഞാനങ്ങ് എടുക്കുക, എൻ്റെ പെണ്ണായിട്ട്. ഇത് കേട്ടതും സെലിൻ കിളിപോയി നിൽക്കുവാണ്. അപ്പോൾ ശാലീന സുന്ദരി വെജിറ്റേറിയൻ? സെലിൻ അവനെ നോക്കി ചോദിച്ചു. അത് കുഴപ്പമില്ല, ഇനി അങ്ങോട്ട് വെജിറ്റേറിയൻ ആയാൽ മതി. അയ്യോ, എനിക്ക് മട്ടണില്ലാതെ ചോറ് ഇറങ്ങില്ല. അത് കുഴപ്പമില്ല, എന്നെ കെട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ശരിയായിക്കോളും. ആരെന്നെ കാണുന്നില്ലേ, ആളിപ്പോൾ പ്യുവർ വെജാണ്. അവൾ നേരത്തെ അങ്ങനെയാ, പക്ഷെ ഞാൻ അങ്ങനെയല്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ നിന്നെയും കൊണ്ടേ പോവുള്ളൂ. ദേ, നിന്റെ അപ്പനൊടിച്ച കൈയാണ്, അതുകൊണ്ട് മോള് വന്ന് ഇച്ചായൻ്റെ ഷോൾഡർ ഒന്ന് മസാജ് ചെയ്ത് തന്നെ. സെലിൻ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിന്നു. ഇങ്ങ് വന്നേടി, എനിക്ക് തീരെ വയ്യെന്ന്. കൂടുതൽ സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതാ. ശിവൻ അത് പറഞ്ഞതും വേറെ നിവൃത്തിയില്ലാതെ സെലിൻ അവനരികിൽ വന്നു നിന്നു. നാണിക്കൊന്നും വേണ്ട, കല്യാണം കഴിഞ്ഞ അതിനൊക്കെ ഇത് തന്നെയായിരിക്കും പണി. പിന്നെ ഇയാളുടെ തോള് മസാജ് ചെയ്ത് തരാൻ വേറെ ആളെ നോക്കിയാൽ മതി. ഇപ്പോൾ വേണേൽ ഞാൻ ചെയ്തേക്കാം എന്നും പറഞ്ഞ് അവൾ അവൻ്റെ ഷോൾഡർ മസാജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ മസാജിങ് പരിപാടിയൊക്കെ നിർത്തി. ഞാൻ പോണു, നാളെ വരുമോ? എന്തിനാ? ഷോൾഡർ തിരുമാനാ? അല്ല, കാല് തിരുമാൻ. അതിന് തൻ്റെ മറ്റവളെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവളുടെ വാലറ്റും എടുത്ത് പുറത്തിറങ്ങി. വാതിൽക്കലെത്തിയതും അവളൊന്ന് തിരിഞ്ഞു നോക്കി. അന്നേരം അവൻ അവളെ നോക്കി അങ്ങനെ കിടക്കുമായിരുന്നു. അന്നേരം സെലിൻ അവനൊരു ഫ്ലൈയിങ് കിസ് കൊടുത്തതും അവൻ ഇരു കൈയും നീട്ടി അത് സ്വീകരിച്ചു. ഇത് നിനക്ക് നേട്ടങ്ങ് തന്നാൽ പോരായിരുന്നോ? എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ, സെലിൻ ചിരിയോടെ പറഞ്ഞു. എന്നാൽ സമയം കളയാതെ വിജയനങ്ങ് ചെല്ല്, ശിവൻ മറുപടി പറഞ്ഞു. ഇനി 24/7 ഈ ഫോൺ ഓണിലായിരിക്കും, എപ്പോൾ വേണേലും വിളിക്കാൻ കേട്ടോ, ശിവൻ അവൾ പോകാൻ നേരം വിളിച്ചു പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞവൾ മുറിവിട്ടിറങ്ങി. ദേവേട്ട പ്ലീസ് വിടൂന്നേ, ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞതാ. തൻ്റെ മേലമർന്ന ദേവൻ്റെ പിടിയിൽ നിന്ന് കുതറിമാറാൻ നോക്കുവാണ് ആൻ. ഞാൻ മറ്റേതാണല്ലേ എന്നും അവളുടെ കാതിൽ പറഞ്ഞു. കാതിൻ തുമ്പ് പതിയെ നുണഞ്ഞെടുത്തു. അവിടെ മെല്ലിയൊന്ന് മുത്തി. അവളുടെ ശരീരം വിറകൊള്ളാൻ തുടങ്ങി. അവളുടെ വിറകൊള്ളുന്ന അതിരങ്ങളിൽ അവൻ്റെ നോട്ടം ചെന്നെത്തിയതും അവൻ അവളുടെ കീഴ്ചുണ്ടിനെ പതിയെ തലോടി. ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് കീഴ്ചുണ്ടിനെ ഒന്ന് പിടിച്ചു ഞെരിച്ചു. അവൻ്റെ മുഖം താഴ്ന്നു വരുന്നതിനനുസരിച്ച് അവളുടെ ഹൃദയതാളം ഉയരാൻ തുടങ്ങി. അവൻ്റെ ആ നോട്ടത്തിൻ്റെ വശത താങ്ങാനാവാതെ അവൾ കണ്ണിറുക്കി അടച്ചു. അവൻ്റെ ചുടുനിശ്വാസം മുഖത്ത് തട്ടിയതും അവളുടെ കൈ ബെഡിൽ മുറുകി. അവളുടെ പിടച്ചിൽ മനസ്സിലായതും ദേവ് ചെറുചിരിയാലെ അവളുടെ കവിളിൽ മുഖമുരസി. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ മുഖത്ത് ചെറുനോവോടെ ഇക്കിളി കൂട്ടി തുടങ്ങി. അവൾ കണ്ണു തുറന്ന് അവനെ ചുണ്ടു കൂർപ്പിച്ചൊന്ന് നോക്കി. ആ, എനിക്ക് നോവുന്നുണ്ട് കേട്ടോ. അത് കേട്ടതും അവൻ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. അന്നെ കൊച്ച് വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചോ? എന്ത്? ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. ഇല്ല? ഇല്ലെന്ന്. ഇത് പ്രതീക്ഷിച്ചില്ലേ എന്നും പറഞ്ഞ നിമിഷ നേരം കൊണ്ട് അവളുടെ ചുണ്ടുകൾ കവർന്നതും അവളുടെ കണ്ണുകൾ താനെ കൂമ്പി അടഞ്ഞുപോയി. ദീർഘചുംബനത്തിന് ശേഷം ദേവ് അവളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും അവൾ കണ്ണടച്ച് കിടപ്പാണ്. ആൻ, ഇങ്ങോട്ട് നോക്ക്, അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് ദേവ് പറഞ്ഞതും ആൻ കണ്ണു തുറന്നു. തൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുന്നവൻ്റെ അന്നേരത്തെ ഭാവം അവൾക്ക് അപരിചിതമായിരുന്നു. പ്രണയത്തിൽ ചാലിച്ച ആ നോട്ടത്തിൻ്റെ വശ്യതയിൽ അവളുടെ മുഖത്ത് നാണത്തിൻ്റെ ചുവപ്പ് രാശി പടർന്നു. ദേവേട്ട, എന്നെ ശരിക്കും ഇഷ്ടമായിട്ടാണോ ഇതൊക്കെ? എന്നോട് വെറുപ്പായിരുന്നല്ലോ. പെട്ടെന്ന് എന്താ പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൻ്റെ കണ്ണിലേക്ക് ദൃഷ്ടിയോന്ന് ചോദിക്കുന്നവളെ നോക്കി ദേവനൊന്ന് പുഞ്ചിരിച്ചു. ദേവ് അവളുടെ നെറുകയിൽ സ്നേഹചുംബനം ചാർത്തി. അവൻ്റെ ആ ചുംബനത്തിൽ അവൻ അവളോടുള്ള പ്രണയത്തിൻ്റെ ആഴം തുറന്നു കാട്ടുന്നുണ്ടായിരുന്നു. അന്നേരം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു.
അവളുടെ നിറഞ്ഞു വന്ന മിഴികൾ അവൻ ചുംബനത്താൽ ഒപ്പിയെടുത്തു. ഇനിയും എൻ്റെ പ്രണയം ഞാൻ എങ്ങനെയാ വെളിപ്പെടുത്തുക? ഇനിയിപ്പോൾ ഐ ലവ് യു പറഞ്ഞാലും നിനക്ക് സമാധാനമാണെങ്കിൽ പറഞ്ഞേക്കാം. ഒരു പുഞ്ചിരിയാലെ അവളുടെ മൂക്ക് വലിച്ചുകൊണ്ടവൻ പറഞ്ഞതും അവൾ അവൻ്റെ ആ പുഞ്ചിരിയിൽ ലയിച്ചു പോയിരുന്നു. അവൻ ചിരിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. അവൻ്റെ ചിരിക്ക് വല്ലാത്തൊരു ഭംഗിയാണ്. വെട്ടിയൊതുക്കിയ മീശയുടെയും താടിയുടെയും ഇടയിൽ കാണുന്ന ആ ഇളം റോസ് നിറമുള്ള ചുണ്ടുകൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. താൻ സിഗരറ്റ് വലിക്കുമെന്ന് മുൻപ് അവൻ അവളോട് പറഞ്ഞിരുന്നു. പക്ഷെ വലിക്കുന്നത് അവൾ ഇതുവരെ കണ്ടിട്ടില്ല. വലിക്കുന്ന ആളുടെ ചുണ്ടിങ്ങനെ ഇരിക്കില്ല. ആൾ തന്നെ പറ്റിച്ചതാ. അവൾ ഓരോന്നും ആലോചിക്കുവാണ്. അവൻ്റെ ശബ്ദമാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഐ ലവ് യു എൻ്റെ കൊച്ചേ, ഐ ലവ് യു. ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടെന്നറിയാം. ഇനി സങ്കടപ്പെടുത്താതെ നോക്കിക്കൊള്ളാം. ഈ കണ്ണ് ഒരിക്കലും നിറയാൻ ഞാനായി ഇടവരുത്തില്ല എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു. ഞാനൊരു ഹൃദയരോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ തോന്നിയ സഹതാപാണോ ആ ഹൃദയവാതിൽ എനിക്കായി തുറന്നു തരാൻ കാരണം? കുസൃതിയോടെ ചോദിക്കുന്നവളെ ദേവ് നോക്കി പേടിപ്പിച്ചു. തൽക്കാലം നീയൊരു ഹൃദയരോഗിയാണെന്ന് ഞാൻ മറക്കാൻ പോകുക എന്നും പറഞ്ഞ് അവളുടെ മുഖത്തിന് നേരെ ചുണ്ടടിപ്പിച്ചു. വേണ്ടാട്ടോ ദേവേട്ട, വേണ്ട. അവൾ മുഖം തിരിച്ചു. എന്ത് വേണ്ടെന്ന് എന്നും പറഞ്ഞ് അവളുടെ എതിർപ്പ് വകവെക്കാതെ അവൻ്റെ ചുണ്ടുകൾ അനുസരണയില്ലാതെ അവളുടെ മുഖത്താകമാനം ഓടി നടന്നു. അവൻ്റെ ചുണ്ടും നാവും അവളുടെ താടിത്തുമ്പിൽ നിന്നും തൊണ്ടക്കുഴി വഴി കഴുത്തിലേക്ക് അരിച്ചിറങ്ങി. അവളുടെ കഴുത്തിൽ അവൻ മതിവരാതെ ചുംബിച്ചു. ആൻ കണ്ണിറുക്കി അടച്ചു. അവൻ്റെ ചുണ്ടും നാവും തീർക്കുന്ന പ്രണയ മാന്ത്രികതയിൽ അവളുടെ എതിർപ്പുകൾ ഇല്ലാതെയായി. അവൾ അവന് വിധേയമായി കിടന്നു. അവൾ ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ ആദ്യത്തെ കുറച്ച് ബട്ടൺ അഴിച്ചു മാറ്റിയതൊന്നും അവൾ അറിഞ്ഞതേയില്ല. നെഞ്ചിൽ നിന്നും ടോപ്പ് അല്പം കൂടി താഴ്ത്തി അവളുടെ ഉയർന്നു താഴ്ന്ന മാറിടങ്ങളെ വല്ലാത്തൊരു ഭാവത്തിൽ അവൻ നോക്കി. മാറിടയ്ക്കിൽ അമർത്തി ചുംബിച്ചു. അവളിൽ നിന്നുയർന്ന ശീൽക്കാര ശബ്ദം അവനെ കൂടുതൽ ആവേശം കയറ്റി. ബാക്കി ബട്ടൺ കൂടി എടുത്തതും അവളുടെ ഇരുമാറും അവന് മുന്നിൽ അനാവൃതമായി. അവളുടെ പഞ്ഞു പോലുള്ള ഇളം മേനിയിലും മാറിലും അവൻ പതിയെ തലോടി. ഇരുമാറും മാറി മാറി നുണഞ്ഞു. ഒരു കൈയാൽ അവളുടെ വയറിൽ തലോടിക്കൊണ്ടേയിരുന്നു. വീണ്ടും അവനെ ആവേശം കയറ്റിക്കൊണ്ട് അവളിൽ നിന്നും ശീൽക്കാരങ്ങൾ ഉയർന്നു വന്നു. പെട്ടെന്നാണ് അവളുടെ നെഞ്ചിലെ മുറിവ് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതോടെ അവൻ മനസ്സ് പൂർവ്വസ്ഥിതിയിലാക്കി അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ കണ്ണടച്ച് കിടപ്പാണ്. പാതി നഗ്നയായി തനിക്ക് മുന്നിൽ കിടക്കുന്നവളെ അവൻ കുറച്ചു നേരം നോക്കി നിന്നു. ഈ കിടത്തം ഇനിയും കണ്ടു നിന്നാൽ തൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് തോന്നിയതും ചെറുപുഞ്ചിരിയോടെ അവളുടെ ഇടത് മാറിൽ ചെറുതായി കടിച്ചു. അതോടെ അവൾ കണ്ണ് വലിച്ചു തുറന്നു. അപ്പോഴാണ് കുട്ടിക്ക് ബോധം വരുന്നത്. അയ്യേ, എന്തായി കാണിക്കണേ എന്നും പറഞ്ഞ് അവനെ തള്ളി മാറ്റി അവൾ തിരിഞ്ഞു കിടന്നു. അവൾ നല്ലവണ്ണം കിതക്കുന്നുണ്ടായിരുന്നു. അവളുടെ കിതപ്പടങ്ങിയതും ദേവൻ പിറകിലൂടെ ചെന്ന് വയറിലൂടെ കയറ്റി കെട്ടിപ്പിടിച്ചു. ഇനി എന്നെ വാശി കയറ്റല്ലേ, കയറ്റിയാൽ ഇവിടം കൊണ്ട് അവസാനത്തിന് വരില്ല എന്നും പറഞ്ഞ് അവളുടെ കാതിലൊന്ന് മുത്തി. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്ക്, ബട്ടണിട്ട് തരണ്ടേ? അയ്യേ വേണ്ട, ഞാനിട്ടോളാം. എന്തയ്യേ, കാണേണ്ടതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞു. അന്ന കൊച്ച് പഞ്ഞി മിഠായി കഴിച്ചിട്ടുണ്ടോ? നല്ല സ്വീറ്റ് കോട്ടൺ കാൻഡി അതുപോലെയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ തിരിഞ്ഞു കിടക്ക്, ഞാൻ കാണിച്ചു തരാം എന്നവൻ അവളുടെ കാതിൽ പറഞ്ഞതും അവളുടെ മുഖം ചുവന്നു തൊടുത്തു. അയ്യേ, നാണമില്ലാത്തവൻ, നിങ്ങളിവിടെ കിടക്ക്, ഞാൻ പോകുക എന്നും പറഞ്ഞ ഡ്രസ്സൊക്കെ നേരെയാക്കി അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. ഹേയ് പഞ്ഞുമിഠായി, എവിടെയും വലിഞ്ഞു കയറിയേക്കല്ലേ, പിറകിൽ നിന്ന് വിളിച്ച് പറയുന്നവനെ അവൾ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോഴവളുടെ ചുണ്ടിൽ നാണത്തിൽ കുതിർന്ന പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ചൂട് ഇപ്പോഴും തൻ്റെ ദേഹത്തുള്ളതുപോലെ. വീണ്ടും അവനോട് ചേർന്ന് കിടക്കാൻ അവളുടെ മനസ്സും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം മനസ്സിനെ പറഞ്ഞു തിരുത്തി ബാൽക്കണിയിലെ സ്വിംഗ് ചെയറിൽ കണ്ണടച്ച് കിടന്നു. ദേവിൻ്റെ കൂടെ തേയിലത്തോട്ടവും തൊഴിലാളികളെയൊക്കെ കാണാൻ ഇറങ്ങിയതാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ അവിടുത്തെ കടൽ കാണാൻ ഇറങ്ങിയതാണ് ഇരുവരും. സ്റ്റീരിയോയിൽ നിന്ന് ഉയരുന്ന പ്രണയഗാനം ആസ്വദിച്ചു ഇരുവരും പരസ്പരം പ്രണയം കൈമാറുന്നുണ്ട്. വഴിയരികിൽ കാണുന്ന ഓരോ സാധനങ്ങളും നോക്കി ഞാൻ അത് വാങ്ങിച്ചു തരുമോ എന്നവരോട് ചോദിക്കുന്നുമുണ്ട്. ഇടി, ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ 1 ഇഞ്ച് സ്ഥലമില്ല. നടു റോഡിൽ നിർത്തിയിട്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ബീച്ചിൻ്റെ ആ ഭാഗത്തെ ഇതൊക്കെ കാണും, അപ്പോൾ വാങ്ങിച്ചാൽ പോരെ? അത് കേട്ട് അവളുടെ മുഖമൊന്ന് വാടി. അവിടെ ടെഡ്ഡി കാണില്ലെന്ന്. കാണും, അല്ലെങ്കിലും ടെഡ്ഡിയിൽ കളിക്കേണ്ട പ്രായമാണല്ലോ നിനക്ക്. അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചു തരാൻ പറ്റില്ല.
നിങ്ങളുടെ പഴയ കാമുകിയായിരുന്നെങ്കിലേ ഇപ്പോൾ എല്ലാം വാങ്ങിച്ചു കൊടുത്തേനല്ലോ. അവളെപ്പോലെ എന്നെ കാണാൻ പറ്റില്ലായിരിക്കും. ആൻ, ചുമ്മാ ഓരോന്ന് പറയല്ലേ. അവളുടെ പേര് കേൾക്കുന്നതേ എനിക്കിഷ്ടമില്ലെന്ന് അറിഞ്ഞൂടെ. പിന്നെ അവളുമായി താരതമ്യം ചെയ്യുന്നത് ചെയ്താലും നിന്റെ സ്ഥാനം എത്രയോ മുകളിലായിരിക്കും. അവളെ ഇഷ്ടപ്പെട്ടു എന്നത് സത്യ എന്ന് വെച്ച് നീ കരുതും പോലെ ഇഷ്ടമായിരുന്നില്ല. അതെങ്ങനെയാ നിന്നെ ബോധിപ്പിക്കുക എന്ന് എനിക്കറിയില്ല. വേണ്ട, പറയണ്ട. ഇയാൾ എൻ്റേത് മാത്രമാ, എപ്പോഴും എൻ്റേതാ. അവളെ സ്നേഹിച്ചിരുന്നെന്ന് പറയല്ലേ ദേവേട്ട, എനിക്കത് സഹിക്കണില്ല. കണ്ണു നിറച്ച് പറയുന്നവളെ ദീപ് ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. നീ തന്നെയല്ലേ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയത്? എന്ന് വെച്ച് എപ്പോഴും ഞാൻ അവളെ സ്നേഹിച്ചിരുന്നെന്ന് പറയണോ? എനിക്കറിയാവുന്ന കാര്യമാണത്. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നത്? പിന്നെ എന്താ പറയേണ്ടത്? അത് എന്നോടാണോ ചോദിക്കുന്നത്? ശരി, എന്നാ പറയാം. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, സ്നേഹിക്കുന്നുള്ളൂ. പോരെ? ഓ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഇയാൾ പറയണമെന്നില്ല എന്നും പറഞ്ഞ് അവൾ കൃത്രിമ ദേഷ്യത്താലെ ചുണ്ടുകൊട്ടി. ഓരോന്ന് കാട്ടി എൻ്റെ കൺട്രോൾ കളയല്ലേ എൻ്റെ പഞ്ഞുമിഠായി. ഇങ്ങനെ പോയാലേ എനിക്കിപ്പോൾ പഞ്ഞുമിഠായി നുണയാൻ തോന്നും കേട്ടോ. അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. പോടാ പോടാന്നാ, വീട്ടിലെത്തട്ടെ, കാണിച്ചു തരാം എന്നും പറഞ്ഞവൻ വണ്ടി ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചു. അവളുടെ കൈയും പിടിച്ച് നടക്കാൻ തുടങ്ങി. നീണ്ടു നിവർന്നു കിടക്കുന്ന കടലിൻ്റെ ഭംഗി ആസ്വദിച്ചു ഒരു ഭാഗത്ത് ഇരുവരും ഇരുന്നു. രണ്ടുപേരും ഒരുപാട് നേരം അവിടെ ഇരുന്നു ഒരുമിച്ച് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി. അതിനിടയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും ഉപ്പിലിട്ട സാധനങ്ങളും ഇഷ്ടം പോലെ അവൾ അകത്താക്കിയിരുന്നു. ദേവിന് അതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. അതിനാൽ അവൻ കഴിച്ചില്ല. വീണ്ടും ഇരുവരും സംസാരം തുടർന്നു. ഒരു സൈക്കിളിൻ്റെ മണി മുഴങ്ങുന്നത് കേട്ടിട്ടാണ് ഇരുവരും നോട്ടം അങ്ങോട്ട് പായിച്ചത്. കോട്ടൺ കാൻഡി വേണോ സർ? സൈക്കിൾക്കാരൻ്റെ ചോദ്യം കേട്ടതും ദേവിന് ചിരി വന്നു. ആനിൻ്റെ മുഖത്താണെങ്കിൽ വെപ്രാളവും. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദേവിനെ കണ്ടു അയാൾ വീണ്ടും ചോദിച്ചു, സർ, പഞ്ഞിമിഠായി വേണോന്ന്? ഇത്തവണ ദേവ് ചിരി കടിച്ചു പിടിച്ച് ചോദിച്ചു. ഈ വെളുത്ത വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പഞ്ഞിമിഠായി കിട്ടുമോ? വെളുത്തതില്ല സർ, ഇതേ ഉള്ളൂ. ആണോ? എന്നാൽ വേണ്ട, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. എന്തായാലും അതിൻ്റെ രുചിയൊന്നും ഇതിന് കാണില്ല എന്നും പറഞ്ഞ് ദേവ് ആനിനെ നോക്കിയതും അവൾ തലയും താഴ്ത്തി ഇരിപ്പാണ്. ദേവ് പറഞ്ഞത് കേട്ടതും അയാൾ അവിടുന്ന് പോയി. ഹലോ, വീട്ടിൽ ചെന്ന് കിട്ടാൻ വല്ല വഴിയുണ്ടോ? ആനിനെ നോക്കിയവൻ കള്ളച്ചിരിയോട് ചോദിച്ചു. എന്തോന്ന്? ഈ പഞ്ഞിമിഠായിയെ എന്നും കിട്ടുമോന്ന്? ദേവേട്ടാ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇനി അത് നിങ്ങളുടെ വായിൽ നിന്ന് വീണാലുണ്ടല്ലോ എന്നും പറഞ്ഞ് അവനെ തല്ലാനും പിച്ചാനും തുടങ്ങി. ഏതെന്ന് പറ, ഇല്ലേ എനിക്കെങ്ങനെ അറിയാനാ? അത് തന്നെ. ഏത് തന്നെ? അത് ആ പഞ്ഞിമിഠായി. അതിനെന്താ, പഞ്ഞിമിഠായി നല്ല സ്വീറ്റാണ്, എനിക്കിഷ്ടമാണ്. അത് നിനക്കെന്താ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പഞ്ഞിമിഠായി എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് അവൾ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റ് നടന്നു. പിന്നാലെ അവനും. ഇരുവരുടെയും പ്രവർത്തികൾ ദൂരെ കാറിലിരുന്ന് ശിവന്യയും ക്രിസ്റ്റിയും കാണുന്നുണ്ടായിരുന്നു. നീ ദേവിൻ്റെ ഭാര്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. വെറുതെയല്ല എല്ലാം മറന്ന് നിന്റെ ദേവ് മൂക്കും കുത്തി വീണത്. ആരായാലും അവളെ ഒന്ന് നോക്കിപ്പോവും. ക്രിസ്റ്റി, വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. നിന്റെ കണ്ണുകളിലൂടെ കാണേണ്ടത് എൻ്റെ സൗന്ദര്യമാണ്. നീ അവളെ പുകഴ്ത്തുന്നത് എനിക്ക് സഹിക്കുന്നില്ല ക്രിസ്റ്റി, ശിവന്യ ദേഷ്യത്തോടെ പറഞ്ഞു. സോറി ബേബി, സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാ. അതിനു മാത്രം സന്തോഷിക്കാൻ ഇപ്പം എന്താ ഉണ്ടായേ? ശിവന്റെ സംശയത്തോടെ അവനെ നോക്കി. എന്താണോ? ഇവളാണ് നമ്മൾ അന്വേഷിക്കുന്ന ആ പെണ്ണ്. നമ്മൾ ഇത്രയും ദൂരം വന്നതിനെ ഗുണമുണ്ടായി. ആര്? നമ്മൾ അന്വേഷിക്കുന്ന തെളിവ് കയ്യിലുള്ള ആ പെണ്ണോ? അതേടി, അതിവളാ. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ അപ്പൻ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിപ്പ് നടത്തിയ കേസിൽ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവളെന്നെ കാണാൻ വന്നിരുന്നുവെന്ന്. ഞാനെന്തോ തമാശ പറഞ്ഞതിന് ഇവളെന്ന് എനിക്കിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിരുന്നു. ആൻ മരിയ ഫിലിപ്പ് കൊലപാതകത്തിൽ നിന്നെ പൂട്ടാനുള്ള എല്ലാ തെളിവും എൻ്റെ പക്കലുണ്ടെന്ന്. ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊന്നിട്ട് നീ കൂടുതൽ കാലം വിലസ് നടക്കാമെന്ന് കരുതണ്ട എന്ന്. അന്നേരം എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. പിന്നീട് ചെറിയ ക്ലൂ കിട്ടി. അതാണ് ഞാൻ ഇവളെ ഇന്നും അന്വേഷിച്ച് നടക്കുന്നത്. എൻ്റെ ബലമായ സംശയം, അന്ന് നമ്മൾ സംസാരിച്ച മുഴുവൻ ആ പെണ്ണ് ആ ആൻ മരിയ വീഡിയോ എടുത്തിരുന്നില്ലേ? കൊല്ലാൻ നേരം നമ്മൾ എത്ര ചോദിച്ചിട്ടും ആ പെണ്ണൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. ഇനി ചിലപ്പോൾ ഇവളുടെ കയ്യിൽ അത് കാണുമായിരിക്കും. ക്രിസ്റ്റി, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പെണ്ണിൻ്റെ പേരും ആൻമരി എന്നാണ്. അപ്പോൾ ശരിക്കുള്ള ആൻമരി ആരാണ്? മരിച്ച പെണ്ണുമായി ഇവൾക്ക് എന്താ ബന്ധം? അതാണ് എനിക്കും അറിയാത്തത്. പക്ഷെ ഒന്ന് മാത്രം അറിയാം, നമ്മൾ കൊന്ന പെണ്ണില്ലേ, അവൾ പകർത്തിയ വീഡിയോയിലുള്ളത് എനിക്കും നിനക്കും തൂക്കുകയറ് വരെ കിട്ടാവുന്ന തെളിവാണ്.
അതുകൊണ്ട് ഇവളെ കൊന്നിട്ടായാലും നമുക്കത് കിട്ടണം. ക്രിസ്ത്യൻ നിഗൂഢമായ ലക്ഷ്യത്തോടെ ക്രൂരമായ പുഞ്ചിരിയിൽ ദേവിനെയും ആനിനെയും നോക്കി വണ്ടി തിരിച്ചു അവിടുന്ന് പോയി. ദേവേട്ട, തീ മുല്ലപ്പൂവ് എനിക്ക് വേണം, വാങ്ങിത്താ. വഴിയരികിൽ വിൽക്കുന്ന മുല്ലപ്പൂക്കാരിയെ ചൂണ്ടി ആൻ പറഞ്ഞു. ഇടി, നിങ്ങൾ ക്രിസ്ത്യാനി പെണ്ണുങ്ങൾക്ക് ഈ മുല്ലപ്പൂ ഭ്രാന്ത് കുറവാണല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് മുല്ലപ്പൂ ഒത്തിരി ഇഷ്ടമാണ് എന്നവൾ പറഞ്ഞതും ദേവ് അവൾക്ക് ആവശ്യമുള്ള പൂവ് വാങ്ങി തലയിൽ ചൂടിക്കൊടുത്തു. അതോടെ അവളുടെ മുഖം ഒന്നുകൂടി വിടർന്നു. പിന്നെ അവളുടെ കൈയും പിടിച്ചു വഴിയോരത്തു കൂടി നടന്നു അവൾക്ക് വേണമെന്നതൊക്കെയും വാങ്ങിക്കൊടുത്തതും അവളുടെ മുഖം പൂനിലാവ് ഉദിച്ചതുപോലെ വിടർന്നു. തിരികെ മടങ്ങുമ്പോൾ ദേവും ആനും തമ്മിലുള്ള ബന്ധം ഒന്നുകൂടി ശക്തമായിരുന്നു. ആൻ, നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോവും. നാളെയോ? ദേവേട്ട, എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായി, പോകാനേ തോന്നണില്ല. അതുകൊള്ളാലോ, ഇവിടെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു, അതറിയോ നിനക്ക്? അവിടെ ഓഫീസിലെ പണികളൊക്കെയും അവതാളത്തിലായി കിടക്കുക. ശിവൻ ഓഫീസിൽ ചെന്നിട്ട് 4-5 ദിവസം ആയെന്ന്. കാരണം ചോദിച്ചാൽ ആർക്കും അറിയില്ലെന്ന്. എന്നാലും ദേവേട്ട, ഒരെന്നാലും ഇല്ല, നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് നിന്റെ പപ്പയുടെ അടുത്തേക്കാണ്. സത്യം? അത് കേട്ടതും അവൾ അവൻ്റെ കവളിൽ അമർത്തിമുത്തി. അന്നേരത്തെ ആവേശത്തിൽ അവൾ ചെയ്തു പോയതാണ്. പിന്നീടാണ് അവൾക്ക് ചെയ്ത കാര്യത്തെക്കുറിച്ച് ബോധ്യമാവുന്നത്. അതോടെ അവളുടെ മുഖം ചമ്മലോടെ താഴ്ന്നു. നിന്റെ വീട്ടിൽ 2 ദിവസം നിന്നതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് അമ്മയുടെ തറവാട്ടിലേക്ക്, അതായത് മുത്തശ്ശിയുടെ അടുക്കിലേക്ക്. അവിടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവമാണെന്ന് ദേവ് പറഞ്ഞു കഴിഞ്ഞതും അവൾ സന്തോഷത്താൽ തുള്ളിച്ചാടി. എന്നതേ ഇവിടെ കൂടി തന്നോളൂ എന്നും പറഞ്ഞ് ദേവ് മറുകവൽ കൂടി കാണിച്ചതും ആൻ അവിടെ ഒരു കടി കൊടുത്തു. അയ്യടാ, ഒരേ സമയം 2 പടക്കം പൊട്ടിച്ച 2 ഉമ്മ തരുമെന്ന് കരുതിയോ? നിങ്ങളെപ്പോലെ ഉമ്മ വാരിക്കോരി തരാനൊന്നും എന്നെ കിട്ടില്ല. ആഹാ, നിന്റെ ഉമ്മക്ക് അത്രയ്ക്കും ഡിമാൻഡോ എന്നും പറഞ്ഞ് അവളെ പിറകിലൂടെ പുണർന്നുകൊണ്ട് ചോദിച്ചു. പിന്നല്ലാതെ. ആയിക്കോട്ടെ, നിനക്കേ പപ്പി ഒരുപാട് ഇഷ്ടം? ഒരുപാട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എന്നെക്കാളും? അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കെന്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ഇയാളുമായി കമ്പയർ ചെയ്യുന്നതിനാ 2 പേരെയും ഒരുപാട് ഇഷ്ടം. എന്നാലും പറ, ഇയാൾക്ക് റൊമാൻസ് വശമില്ലെന്ന് പറഞ്ഞിട്ട്? ഇതാണ് റൊമാൻസ്? എനിക്കറിയില്ല. അന്നെക്കുറിച്ച് പറ, ആരെയാ കൂടുതൽ ഇഷ്ടം? ശരാ, ഇതിപ്പോൾ എന്നെ കുഴക്കുന്ന ചോദ്യമാണല്ലോ. എന്നാൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അതിന് മറുപടി ആദ്യം പറ. ഡി, ഇവിടെ അവളുടെ പേര് വന്നാലുണ്ടല്ലോ എടുത്ത് കിണറ്റിലിടും ഞാൻ. അതൊന്നും അല്ല. പിന്നെ എന്നെ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ കാരണം പറ. അവളുടെ തോളിൽ ചുണ്ടമർത്തിക്കൊണ്ട് വയറിൽ മുറുകിയ കൈ പതിയെ മുകളിലോട്ട് ചലിപ്പിച്ചു അവനോട് ഒന്നുകൂടി അടുപ്പിച്ചു കാതോരം ആർദ്രമായി പറഞ്ഞു. പറയട്ടെ. അവൻ്റെ മുഖത്ത് അന്നേരം കുസൃതി നിറഞ്ഞു. കാര്യം ഏകദേശം പിടികിട്ടിയ ആൻ പറഞ്ഞു. പിന്നെ പഞ്ഞിമിഠായിയുടെ കാര്യം ഇവിടെ മിണ്ടിയാലുണ്ടല്ലോ. പിന്നല്ലാതെ അതാണ് മെയിൻ റീസൺ. ഈ പഞ്ഞിമിഠായി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പോ അവിടുന്ന് എന്നും പറഞ്ഞ് അവന് നേരെ തിരിഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു.